ഹായ് സ്റ്റുഡൻസ്, എൻ സി ആർ ടി 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 5ാം പാഠമായ ഇൻഡസ്ട്രി അതിലെ 2ാം ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് സൈഡ് ഹെഡിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മേജർ ഇൻഡസ്ട്രീസ്. പ്രധാനപ്പെട്ട വ്യവസായങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ലോകത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ, വ്യവസായശാലകൾ, വ്യവസായ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. The world's major industries are the iron and the steel industry, the textile industry and the information technology industry. ലോകത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വ്യവസായശാലകൾ നിലവിലുള്ളത് ഒന്ന് അയൺ ആൻഡ് സ്റ്റീൽ, ഇരുമ്പും അതുപോലെ സ്റ്റീലും. മറ്റൊന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണി വ്യവസായം. മറ്റൊന്ന് ദ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി, വിവരസാങ്കേതിക വിദ്യയുടെ വ്യവസായം. ദ അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആർ ദി ഓൾഡർ ഇൻഡസ്ട്രീസ് വൈൽ ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് ആൻ എമർജിംഗ് ഇൻഡസ്ട്രി. ഇരുമ്പ്, സ്റ്റീൽ, അതുപോലെ തുണി വ്യവസായങ്ങൾ, ഇതൊക്കെ പഴയ കാലം മുതലേ നിലവിലുണ്ടായിരുന്ന, പഴയ കാലം മുതലേ തുടങ്ങി വന്ന, അല്ലെങ്കിൽ പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന വ്യവസായ സംരംഭങ്ങളാണ്. എന്നാൽ വിവരസാങ്കേതിക വിദ്യയുടെ വ്യവസായം അത് പുതുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ മേഖലയാണ്. ദ കൺട്രീസ് ഇൻ വിച്ച് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ലൊക്കേറ്റഡ് ആർ ജർമ്മനി, USA, ചൈന, ജപ്പാൻ ആൻഡ് റഷ്യ. അയൺ അതുപോലെ സ്റ്റീൽ വ്യവസായങ്ങൾ നിലകൊള്ളുന്നത് ജർമ്മനി, അമേരിക്ക, ചൈന, ജപ്പാൻ, റഷ്യ പോലത്തെ രാജ്യങ്ങളിലാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇന്ത്യ, ഹോങ്കോങ്, സൗത്ത് കൊറിയ, ജപ്പാൻ ആൻഡ് തൈവാൻ. എന്നാൽ തുണി വ്യവസായം കാര്യമായിട്ട് നിലകൊള്ളുന്നത് ഇന്ത്യ, ഹോങ്കോങ്, സൗത്ത് കൊറിയ, ജപ്പാൻ, തൈവാൻ പോലത്തെ രാജ്യങ്ങളാണ്. ദ മേജർ ഹബ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ആർ ദി സിലിക്കൺ വാലി ഓഫ് സെൻട്രൽ കാലിഫോർണിയ ആൻഡ് ദി ബാംഗ്ലൂർ റീജിയൺ ഓഫ് ഇന്ത്യ. എന്നാൽ വിവരസാങ്കേതിക വിദ്യയുടെ വ്യവസായശാലകൾ നിലവിലുള്ളത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയും അതുപോലെ ഇന്ത്യയിലെ ബാംഗ്ലൂരുമാണ്. അടുത്ത സൈഡ് ഹെഡിങ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ലൈക്ക് അതർ ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ടു കംപ്രൈസസ് വേരിയസ് ഇൻപുട്സ്, പ്രോസസ്സസ് ആൻഡ് ഔട്ട്പുട്ട്സ്. മറ്റു വ്യവസായശാലകൾ പോലെ തന്നെ ഇരുമ്പ്, സ്റ്റീൽ വ്യവസായങ്ങളിലും നമ്മൾ അതിൻ്റെ വ്യവസായ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇൻപുട്ടും പ്രോസസ്സിങ്ങും അതുപോലെ ഔട്ട്പുട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ദിസ് ഈസ് എ ഫീഡർ ഇൻഡസ്ട്രി whose products are used as raw material for other industry. ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയെ ഫീഡർ ഇൻഡസ്ട്രി എന്ന് പറയും. കാരണം ഈ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ മറ്റു ഇൻഡസ്ട്രികൾ അവരുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു. ദ ഇൻപുട്സ് ഫോർ ദി ഇൻഡസ്ട്രി ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് അയൺ ഓർ കോൾ ആൻഡ് ലൈം സ്റ്റോൺസ് അലോങ് വിത്ത് ലേബർ, ക്യാപിറ്റൽ, സൈറ്റ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഇരുമ്പ്, സ്റ്റീൽ വ്യവസായശാലകളിലെ അസംസ്കൃത വസ്തുക്കൾ, അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ അയൺ ഓർ ഇരുമ്പ് അയിര്, അതായത് ഇരുമ്പ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വസ്തു, കോൾ അതുപോലെ കോള് ആൻഡ് ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് കല്ല്, എലോങ് വിത്ത് ലേബർ അതിനുവേണ്ട ജോലിക്കാർ, ക്യാപിറ്റൽ അതിൻ്റെ മൂലധനം, സൈറ്റ് അതിനുവേണ്ട സ്ഥലം ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് അയൺ ഓർ ഇൻ ടു സ്റ്റീൽ ഇൻവോൾവ്സ് മെനി സ്റ്റേജസ്. ഇനി അടുത്ത സ്റ്റെപ്പായ പ്രോസസ്സിംഗ്, അത് ഇരുമ്പയിരിനെ ഇരുമ്പിലേക്കോ അല്ലെങ്കിൽ സ്റ്റീലിലേക്കോ മാറ്റുന്നതിന് വ്യത്യസ്തമായ ചില സ്റ്റേജുകളുണ്ട്. ദ റോ മെറ്റീരിയൽ ഈസ് പുട്ട് ഇൻ ദി ബ്ലാസ്റ്റ് ഫേർണൻസ് വേർ ഇറ്റ് അണ്ടർഗോസ് സ്മെൽറ്റിംഗ്. ഇതിൻ്റെ അസംസ്കൃത വസ്തുവായ ഇരുമ്പയിര് അത് തീച്ചൂളയിലേക്കിടുകയും അവിടെ നിന്ന് ഉരുക്കി മാറ്റുകയും ഇറ്റ് ഈസ് ദെൻ റിഫൈൻഡ്, അതിനെ പരിഷ്കരിച്ചെടുക്കുകയും ചെയ്യുന്നു. ദ ഔട്ട്പുട്ട് ഒബ്റ്റൈൻഡ് ഈ സ്റ്റീൽ വിച്ച് മേ ബി യൂസ്ഡ് ബൈ അതർ ഇൻഡസ്ട്രീസ് ആസ് റോ മെറ്റീരിയൽ. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത് സ്റ്റീലായിട്ട് മാറും. അതായത് മറ്റു വ്യവസായശാലകൾ അവരുടെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീലായിട്ടാണ് ഇത് മാറുക. 5.6 എന്ന ചിത്രത്തിൽ നമുക്ക് ഈ ഒരു രൂപം, ഇതിൻ്റെ ഒരു സംവിധാനം നമുക്ക് കാണുവാൻ കഴിയും. ബ്ലാസ്റ്റ് ഫേർണൻസിൽ ആദ്യം എന്ത് ചെയ്യും, അയൺ ഓർ ഇരുമ്പയിര്, അതുപോലെ ചുണ്ണാമ്പ് കല്ല്, പിന്നെ അതുപോലെ കോൾ അല്ലെങ്കിൽ കോക്ക്, അതൊരു സോളിഡ് ഫ്യൂവലാണ്. കോളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സോളിഡ് ഫ്യൂവലാണ് കോക്ക്. അപ്പോൾ അതൊക്കെ ഈ ബ്ലാസ്റ്റ് ഫേർണൻസിലിടുകയും ഹോട്ട് എയറും അതുപോലെ നല്ല ബ്ലാസ്റ്റിങ്ങോട് കൂടി അത് മെൽറ്റായിട്ട് ഉരുകിയിട്ട് വരികയും ചെയ്യുന്നു. ചിത്രത്തിൽ കാണാം, അടിയിൽ മെൽറ്റനായ അയൺ ഉരുകി വരുന്ന സാധനം, ഇപ്പുറത്ത് സ്ലാഗ് പറഞ്ഞാൽ ഇതിൽ നിന്ന് വേസ്റ്റായിട്ട് പോകുന്ന വസ്തുക്കൾ. അപ്പോൾ ഇതാണ് ഇരുമ്പിനെ ഉരുക്കുന്ന ബ്ലാസ്റ്റ് ഫേർണൻസിൻ്റെ ഒരു രൂപം. ഇനി അതുപോലെ 5.5 മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ, സ്റ്റീൽ ഉൽപ്പാദനത്തിൻ്റെ സംവിധാനമാണ് ഇതിൽ കാണുന്നത്. ആദ്യമായിട്ട് കോളിൻ്റെ 8 ടണ്ണും അതുപോലെ അയൺ ഓർ ഇരുമ്പയിരിൻ്റെ 4 ടണ്ണും പിന്നെ ചുണ്ണാമ്പ് കല്ലിൻ്റെ 1 ടണ്ണും കൂടി മിക്സാക്കുകയും അത് ഇതുപോലെയുള്ള സ്മെൽറ്റിംഗ് വഴി 1 ടൺ ഓഫ് സ്റ്റീലിൻ്റെ 1 ടണ്ണായി മാറുകയും ചെയ്യുന്നു. ഇതാണ് സ്റ്റീലിൻ്റെ ഉൽപ്പാദന രീതി.
സ്റ്റീൽ ഈസ് ടഫ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ബി ഷേപ്പ്ഡ്, കട്ട് ഓർ മെയ്ഡ് ഇൻ ടു വയർ. സ്റ്റീല് പരുക്കമുള്ളതാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ ഷെയ്പ്പാക്കുവാനും മുറിക്കുവാനും അതുപോലെ വയറാക്കി മാറ്റുവാനും കഴിയും. സ്പെഷ്യൽ അലോയ്സ് ഓഫ് സ്റ്റീൽ ക്യാൻ ബി മെയ്ഡ് ബൈ ആഡിങ് സ്മാൾ എമൗണ്ട്സ് ഓഫ് അതർ മെറ്റൽസ് സച്ച് ആസ് അലൂമിനിയം, നിക്കൽ ആൻഡ് കോപ്പർ. അലൂമിനിയം, നിക്കൽ അതുപോലെ കോപ്പർ ഇവയുടെ ചെറിയ രീതിയിലുള്ള എമൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീലിൻ്റെ പ്രത്യേകതരം കൂട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കുവാൻ കഴിയും. അലോയ്സ് ഗീവ് സ്റ്റീൽ അൺയൂഷ്വൽ ഹാർഡ്നെസ്, ടഫ്നെസ് ഓർ അബിലിറ്റി ടു റെസിസ്റ്റ് റസ്റ്റ്. ഈ അലോയ്കൾ അതെന്ത് ചെയ്യുന്നു, സ്റ്റീലിനെ ഒരു പ്രത്യേകതരം ഉറപ്പും അതുപോലെ പരുക്കമായ സ്വഭാവവും അതുപോലെ തുരുമ്പ് ഏൽക്കാതിരിക്കാനുള്ള ഒരു കഴിവും ഒരു അബിലിറ്റിയും എന്ത് ചെയ്യുന്നു, അതിനുണ്ടാക്കി കൊടുക്കുന്നു. സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. Almost everything we use is either made of iron or steel or has been made with tools and machinery of these metals. സ്റ്റീലിനെ ആധുനിക വ്യവസായത്തിലെ ബാക്ക് ബോൺ ആയിട്ട് വിശേഷിപ്പിക്കുന്നു. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒന്നിക്കിൽ അയൺ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഈ രണ്ട് വസ്തുക്കളുടെയും ടൂൾസുകൾ ഉപയോഗിച്ചിട്ടോ മെഷീനുകൾ ഉപയോഗിച്ചിട്ടോ ഉണ്ടാക്കപ്പെട്ടതായിരിക്കാം. ഷിപ്സ്, ട്രെയിൻസ്, ട്രക്സ് ആൻഡ് ഓട്ടോസ് ആർ മെയ്ഡ് ലാർജ്ലി ഓഫ് സ്റ്റീൽ. കപ്പൽ, ട്രെയിന്, ട്രക്കുകൾ അതുപോലെ വാഹനങ്ങളൊക്കെ സ്റ്റീലാണ് കാര്യമായിട്ട് അതിൽ ഉപയോഗിക്കുന്നത്. ഈവൻ ദി സേഫ്റ്റി പിൻസ് ആൻഡ് നീഡിൽസ് യു യൂസ് ആർ മെയ്ഡ് ഫ്രം സ്റ്റീൽ. നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്നും സൂചിയുമൊക്കെ ഈ ഒരു സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓയിൽ വെൽസ് ആർ ഡ്രിൽഡ് വിത്ത് സ്റ്റീൽ മെഷീനറി. എണ്ണക്കിണറുകൾ അതിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കുന്നത് സ്റ്റീൽ മെഷീനുകൾ കൊണ്ടാണ്. സ്റ്റീൽ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് ഓയിൽ. സ്റ്റീലിൻ്റെ പൈപ്പുകളാണ് ഓയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മിനറൽസ് ആർ മൈനഡ് വിത്ത് സ്റ്റീൽ എക്വിപ്മെൻറ്റ്. മിനറൽസ് ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുന്നത് സ്റ്റീലിൻ്റെ ഉപകരണങ്ങൾ കൊണ്ടാണ്. ഫാം മെഷീൻസ് ആർ മോസ്റ്റ്ലി സ്റ്റീൽ. നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന മെഷീനുകളൊക്കെ അധികവും സ്റ്റീലാണ്. ലാർജ് ബിൽഡിങ്സ് ഹാവ് സ്റ്റീൽ ഫ്രെയിം വർക്ക്. വലിയ ബിൽഡിങ്ങുകൾക്ക് പോലും സ്റ്റീലിൻ്റെ കവചങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും സ്റ്റീലിൻ്റെ നേരിട്ടോ അല്ലെങ്കിൽ നേരിടാതെയോ ഉള്ള ബന്ധം സ്റ്റീലുമായിട്ട് ഉണ്ട്. ബിഫോർ 1800 AD, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വാസ് ലൊക്കേറ്റഡ് വെർ റോ മെറ്റീരിയൽസ്, പവർ സപ്ലൈ ആൻഡ് റണ്ണിംഗ് വാട്ടർ വെർ ഈസിലി അവൈലബിൾ. 1800-കൾക്ക് മുമ്പ് ഈ ഇരുമ്പിൻ്റെയും സ്റ്റീലിൻ്റെയും വ്യവസായശാലകൾ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനു വേണ്ട അസംസ്കൃത വസ്തുക്കളും കരണ്ടും അതുപോലെ സുലഭമായ വെള്ളവുമുള്ള സ്ഥലങ്ങളിലായിരുന്നു. ലേറ്റർ ദി ഐഡിയൽ ലൊക്കേഷൻ ഫോർ ദി ഇൻഡസ്ട്രി വാസ് നിയർ കോൾ ഫീൽഡ്സ് ആൻഡ് ക്ലോസ് ടു കനാൽസ് ആൻഡ് റെയിൽവേസ്. പിന്നീട് അത് കോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രികളുടെയും കനാലിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെയായി മാറി. ആഫ്റ്റർ 1950 അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബിഗാൻ ടു ബി ലൊക്കേറ്റഡ് ഓൺ ലാർജ് ഏരിയാസ് ഓഫ് ഫ്ലാറ്റ് ലാൻഡ് നിയർ സീ പോർട്സ്. 1950-കൾക്ക് ശേഷം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പിൻ്റെയും ഇതുപോലെ സ്റ്റീലിൻ്റെയും വ്യവസായശാലകൾ കടലിൻ്റെയും അതുപോലെ തുറമുഖത്തിൻ്റെയൊക്കെ അടുത്തുള്ള പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ലൊക്കേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. ദിസ് ബിക്കോസ് ബൈ ദിസ് ടൈം സ്റ്റീൽ വർക്ക്സ് ഹാഡ് ബിക്കം വെരി ലാർജ് ആൻഡ് അയൺ ഓർ ഹാഡ് ടു ബി ഇമ്പോർട്ടഡ് ഫ്രം ഓവർസീസ്. ഇതങ്ങനെ സംഭവിക്കുവാൻ കാരണം ഒന്നാമത് സ്റ്റീലിൻ്റെ ഉപയോഗം കൂടുകയും അതുപോലെ ഇതിനു വേണ്ട റോ മെറ്റീരിയലായ ഇരുമ്പ് കടൽ മാർഗം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായി. അത് കാരണത്താലാണ്. 5.7 ആയിട്ടുള്ള ഈ പിക്ചറിൽ കാണാം. ആദ്യം ദ ബെസ്റ്റ് ലൊക്കേഷൻ ബിഫോർ 1800-കൾക്ക് മുമ്പുണ്ടായിരുന്നുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഹിൽ പ്ലേസുകളാണ്. നല്ല സുലഭമായ വെള്ളം കിട്ടുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ സ്ഥലം ദ ബെസ്റ്റ് ലൊക്കേഷൻ ഫ്രം 1800 to 1950 വരെ കോളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു. അവസാനത്തെ ചിത്രം കാണാം. ദ ബെസ്റ്റ് ലൊക്കേഷൻ സിൻസ് 1950 വരെ ഉണ്ടായിരുന്നത്, അതിനുശേഷം ഉണ്ടായിരുന്നത് തുറമുഖത്തിൻ്റെയും അതുപോലെ പരന്ന് കിടക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ അടുത്താണ്. ഇൻ ഇന്ത്യ iron and steel industry has developed, taking advantage of raw materials, cheap labor, transport and market. ഇന്ത്യയിൽ സ്റ്റീൽ അയൺ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവുന്നത്, വികസിക്കുന്നത് അത് അസംസ്കൃത വസ്തുക്കളുടെയും ചെറിയ കൂലിയുടെയും അതുപോലെ ട്രാൻസ്പോർട്ടിൻ്റെയൊക്കെ സാഹസികതകൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഓൾ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെൻറ്റേഴ്സ് സച്ച് ആസ് ഭിലായ്, ദുർഗാപൂർ, ബേൺപൂർ, ജംഷഡ്പൂർ, റൂർക്കല, ബൊക്കാറോ are situated in a region that spreads over 4 states: വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 4 സംസ്ഥാനങ്ങൾ: വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ഈ 4 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഭിലായ്, ദുർഗാപൂർ, ബേൺപൂർ, ജംഷഡ്പൂർ, റൂർഖ, ബൊക്കേറ എന്നീ സ്ഥലങ്ങളിലാണ്. ഭദ്രാവതി ആൻഡ് വിജയനഗർ ഇൻ കർണാടക, വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്, സേലം ഇൻ തമിഴ്നാടു ആർ അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ സെൻറ്റേഴ്സ് യൂട്ടിലൈസിംഗ് ലോക്കൽ റിസോഴ്സസ്. കർണാടകയിലെ ഭദ്രാവതിയും അതുപോലെ വിജയനഗരവും
ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണവും തമിഴ്നാട്ടിലെ സേലമൊക്കെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റീൽ സെൻറ്ററുകളാണ്. എത്രമെന്ന് പറഞ്ഞാൽ അവർ പ്രാദേശികമായിട്ടുള്ള റിസോഴ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ജംഷഡ്പൂർ ഇനി ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് പറയുന്നത്. ബിഫോർ 1947 1947 മുമ്പ് ദർ വാസ് ഓൺലി വൺ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ദി കൺട്രി. ആകെ ഒരു സ്റ്റീൽ അയൺ പ്ലാന്റ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്, ടിസ്കോ. ഇറ്റ് വാസ് പ്രൈവറ്റ്ലി ഓൺഡ്. അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം, ദ ഗവൺമെൻറ് ടുക്ക് ദി ഇനീഷ്യേറ്റീവ് ആൻഡ് സെറ്റ് അപ്പ് സെവറൽ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ്. സർക്കാർ തന്നെ മുന്നിട്ട് ഇറങ്ങുകയും വ്യത്യസ്തമായ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റുകൾ നിർമ്മിക്കുകയും ചെയ്തു. ടിസ്കോ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1907 അറ്റ് സക്കാച്ചി നിയർ ദി കോൺഫ്ലുവൻസ് ഓഫ് ദ റിവേഴ്സ് സുബർണരേഖ ആൻഡ് ഖാർക്കായ് ഇൻ ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ഖാർക്കായ് ആൻഡ് സുബർണരേഖ എന്ന രണ്ട് നദികൾക്ക് ഇടയിൽ അതിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സക്കാച്ചി എന്ന പ്രദേശത്ത് 1907 ടിസ്കോ തുടങ്ങുന്നത്. ജോഗ്രഫിക്കലി ജംഷഡ്പൂർ ഈസ് ദ മോസ്റ്റ് കൺവീനിയൻ്റ്ലി സിറ്റുവേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ സെൻറ്റർ ഇൻ ദി കൺട്രി. ശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ വളരെ സൗകര്യപൂർണമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ സെൻറ്റർ. ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ടാറ്റനഗർ റെയിൽവേ സ്റ്റേഷൻ, ടാറ്റ സ്റ്റീൽ വർക്ക്, സക്കാച്ചി എന്ന് പറയുന്ന സ്ഥലം, ജംഷഡ്പൂർ എയർപോർട്ടുണ്ട്, അവിടെ മെയിൻ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ ആദിത്യപൂർ ആൻഡ് കാർക്കായ് റിവറുണ്ട്, പിന്നെ ഗോൾഫ് കോഴ്സ്, അതുപോലെ സുവർണരേഖ റിവർ, ഡാൽമിയ ഹില്ല്, ഡിംന ലേക്ക്, ഇതൊക്കെ ചുറ്റുമുള്ള ഒരു പ്രദേശമാണ് ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രി ആയിട്ടുള്ളത്. സക്കാച്ചി വാസ് ചൂസൺ ടു സെറ്റ് അപ്പ് ദി സ്റ്റീൽ പ്ലാന്റ് ഫോർ സെവറൽ റീസൺസ്. സക്കാച്ചിയിൽ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഹേതു പലതുണ്ട്. ദിസ് പ്ലേസ് വാസ് ഓൺലി 32 കിലോമീറ്റർ അവേ ഫ്രം കാൽമാട്ടി സ്റ്റേഷൻ ഓൺ ദി ബംഗാൾ നാഗ്പൂർ റെയിൽവേ ലൈൻ. ഈ പ്രദേശം ബംഗാൾ നാഗ്പൂർ റെയിൽവേ ലൈനായ കലിമാട്ടി സ്റ്റേഷനിന് 32 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇറ്റ് വാസ് ക്ലോസ് ടു ദി അയൺ ഓർ കോൾ ആൻഡ് മാഗ്നീസ് ഡെപ്പോസിറ്റ്സ് ആസ് വെൽ ആസ് ടു കൊൽക്കത്ത വിച്ച് പ്രൊവൈഡഡ് എ ലാർജ് മാർക്കറ്റ്. ഈ പ്രദേശം വളരെ അയൺ ഓർ അതുപോലെ കോൾ, മാഗ്നീഷ്യം, ഇരുമ്പയിരും കോളും മാഗ്നീഷ്യമൊക്കെ ഉള്ള കൊൽക്കത്ത പോലത്തെ വലിയ മാർക്കറ്റുകൾ, കൊൽക്കത്ത പോലത്തെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ മാർക്കറ്റുകളുടെ വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ടിസ്കോ ഗെറ്റ്സ് കോൾ ഫ്രം ജാരിയ കോൺഫീഡ്സ് ആൻഡ് അയൺ ഓർ ലൈംസ്റ്റോൺ, ഡോളോമൈറ്റ് ആൻഡ് മാഗ്നീസ് ഫ്രം ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ടാറ്റയുടെ ഈ ഒരു ഉൽപ്പാദന വ്യവസായശാലയ്ക്ക് വേണ്ടിയിട്ട് കോൾ ലഭിക്കുന്നത് ജാരിയ കോൾഫീൽഡിൽ നിന്നാണ്. അതുപോലെ ഇരുമ്പയിരും ചുണ്ണാമ്പ് കല്ലും ഡോളോമൈറ്റും മഗ്നീഷ്യമൊക്കെ ഒഡീസയിൽ നിന്നും ഛത്തീസ്ഗഡിലുമാണ് അവർക്ക് ലഭിക്കുന്നത്. ദ കാർക്കായ് ആൻഡ് സുബർണരേഖ റിവേഴ്സ് എൻഷുവർഡ് സഫീഷ്യൻറ്റ് വാട്ടർ സപ്ലൈ. കാർക്കായ് അതുപോലെ സുബർണരേഖ നദികൾ ഇവർക്ക് വേണ്ട വെള്ളം എത്തിക്കുന്നു. ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് പ്രൊവൈഡഡ് അഡ്വക്കേറ്റ് ക്യാപിറ്റൽ ഫോർ ഇറ്റ്സ് ലേറ്റർ ഡെവലപ്മെൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ പിന്നീടുള്ള സഹകരണങ്ങളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മുന്നിട്ടിറങ്ങലുമൊക്കെ പിന്നീടുള്ള ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെയേറെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഇൻ ജംഷഡ്പൂർ സെവറൽ അതർ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് വർ സെറ്റപ്പ് ആഫ്റ്റർ ടിസ്കോ. ടിസ്കോക്ക് ശേഷം അവിടെ ജംഷഡ്പൂരിൽ മറ്റു പല വ്യവസായശാലകളും തുടങ്ങി. ദേ പ്രൊഡ്യൂസ് കെമിക്കൽസ്, ലോക്കോമോട്ടീവ് പാർട്സ്, അഗ്രികൾച്ചറൽ എക്വിപ്മെൻറ്റ്, മെഷീനറി, ടിൻ പ്ലേറ്റ്, കേബിൾ ആൻഡ് വയർ. രാസവസ്തുക്കൾ, അതുപോലെ വാഹനത്തിനു വേണ്ട ലോക്കോമോട്ടീവ് ഭാഗങ്ങൾ, കൃഷിയുടെ ഉപകരണങ്ങൾ, മെഷീനുകൾ, അതുപോലെ ടിൻ പ്ലേറ്റുകൾ, കേബിളുകൾ, വയറുകളൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കുവാനും തുടങ്ങി. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഓപ്പൺ ദ ഡോർസ് ടു റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഈ ഒരു ഇരുമ്പ് സ്റ്റീൽ വ്യവസായം അത് മറ്റു മേഖലകളിലുമുള്ള മറ്റു വ്യവസായങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ളൊരു കുതിച്ചുചാട്ടത്തിന് വാതിൽ തുറന്നു. ആൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ഇൻഡസ്ട്രി ഡിപ്പെൻഡ് ഹെവിലി ഓൺ ദി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഫോർ ദെയർ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയിലെ മറ്റെല്ലാ വ്യവസായശാലകളും കാര്യമായിട്ട് അവർ ആശ്രയിക്കുന്നത് ഇന്ത്യയിലുള്ള അയൺ സ്റ്റീൽ ഇൻഡസ്ട്രികളെയാണ്. കാരണം അവർക്ക് വേണ്ട ആവശ്യമായ അടിസ്ഥാന വസ്തുക്കളൊക്കെ ലഭ്യമാകുന്നത് ഇരുമ്പ് സ്റ്റീൽ ഇൻഡസ്ട്രികളിൽ നിന്നാണ്. ദ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൺസിസ്റ്റ്സ് ഓഫ് ലാർജ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആസ് വെൽ ആസ് മിനി സ്റ്റീൽ മിൽസ്. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ്, റോളിംഗ് മിൽസ് ആൻഡ് ആൻസിലറി ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളിൽ സംയുക്തമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റുകളും അതുപോലെ സ്റ്റീൽ മില്ലുകളും ഉൾക്കൊള്ളുന്നു. മാത്രവുമല്ല ഇത്തരം മില്ലുകളും അതുപോലെ പ്ലാന്റുകളും
സെക്കൻഡറി ഉൽപ്പന്നങ്ങൾ, അതുപോലെ റോളിംഗ് മിൽസുകളും അതുപോലെ അനുബന്ധ വ്യവസായങ്ങളൊക്കെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്തത് പിറ്റ്സ്ബർഗ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ സിറ്റി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ ഒരു വളരെ തന്ത്രപ്രധാനമായ സ്റ്റീൽ സിറ്റിയാണ് പിറ്റ്സ്ബർഗ്. ദ സ്റ്റീൽ ഇൻഡസ്ട്രി അറ്റ് പിറ്റ്സ്ബർഗ് എൻജോയ് ലൊക്കേഷൻ അഡ്വാൻറ്റേജസ്. Some of the raw materials such as coal is available locally, while the iron ore comes from the iron mines at Minnesota, about 1,500 km from Pittsburgh. പിറ്റ്സ്ബർഗിലുള്ള ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വളരെ ലൊക്കേഷണലായിട്ടുള്ള സാഹസികതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് അതിന് വേണ്ട റോ മെറ്റീരിയൽസ്, അത് കോള് അത് പ്രാദേശികമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ അതിനു വേണ്ട ഇരുമ്പയിര് 1500 കിലോമീറ്ററോളം ദൂരമുള്ള മിനസോട്ടയിൽ നിന്നാണത് ഖനനം ചെയ്ത് കൊണ്ടുവരുന്നത്. Between these mines and Pittsburgh is one of the world's best routes for shipping or cheaply, the famous Great Lake Waterway. ഈ മിനസോട്ട മൈൻസിൻ്റെയും അതുപോലെ പിറ്റ്സ്ബർഗിൻ്റെയും ഇടയിലാണ് ലോകത്തെ ഏറ്റവും നല്ല ഷിപ്പിംഗ് റൂട്ടായ ഗ്രേറ്റ് ലേക്ക് വാട്ടർവേ നിലകൊള്ളുന്നത്. കാരണം ഇരുമ്പയിര് വളരെ കുറഞ്ഞ രീതിയിൽ കപ്പലിലൂടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയത്. ട്രെയിൻസ് ക്യാരി ദി ഓർ ഫ്രം ദി ഗ്രേറ്റ് ലേക്സ് ടു ദി പിറ്റ്സ്ബർഗ് ഏരിയ. അതുപോലെ ട്രെയിനും എന്ത് ചെയ്യുന്നു, ഇതിൽ ഇരുമ്പയിരുകൾ ഗ്രേറ്റ് ലേക്കിൽ നിന്ന് പിറ്റ്സ്ബർഗിലേക്ക് കൊണ്ടുവരുന്നു. ദ ഓഹിയോ, ദ മോണോഗാല ആൻഡ് അലഗനി റിവേഴ്സ് പ്രൊവൈഡ് അഡ്വക്കേറ്റ് വാട്ടർ സപ്ലൈ. ഓഹിയോ, മോണോഗല, അലഗനി ഇത്തരത്തിലുള്ള നദികളും ഇതുപോലെ സൗകര്യപ്രദമായ വാട്ടർ സപ്ലൈ നടത്തുന്നു. ഈയൊരു ഇൻഡസ്ട്രിക്ക് വേണ്ട ജലസേചനം നടത്തുന്നു. ടുഡേ വെരി ഫ്യൂ ഓഫ് ദി ലാർജ് സ്റ്റീൽ മിൽസ് ആർ ഇൻ പിറ്റ്സ്ബർഗ് ഇറ്റ്സെൽഫ്. പിറ്റ്സ്ബർഗിലെ വലിയ തോതിലുള്ള സ്റ്റീൽ മില്ലുകൾ വളരെ കുറവാണ്. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദി വാലീസ് ഓഫ് മോണോഗല ആൻഡ് അലഗനി റിവേഴ്സ് അബവ് പിറ്റ്സ്ബർഗ് ആൻഡ് അലോങ് ദി ഓഹിയോ റിവർ ബിലോ ഇറ്റ്. ഫിനിഷ്ഡ് സ്റ്റീൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി മാർക്കറ്റ് ബൈ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ റോഡ്സ്. അവ നിലകൊള്ളുന്നത് മോണോഗോല നദിയുടെ മലഞ്ചെരിവിലും അതുപോലെ പിറ്റ്സ്ബർഗിൻ്റെ മുകളിലുള്ള അലഗണി പുഴയുടെ തീരത്തും അതുപോലെ പിറ്റ്സ്ബർഗിൻ്റെ താഴെയുള്ള ഓഹിയോ റിവറിൻ്റെ പരിസരത്തുമൊക്കെയാണ്. മാത്രമല്ല ഇവിടുന്ന് ഉൽപ്പാദനം പൂർണ്ണമാക്കപ്പെടുന്ന സ്റ്റീല് കര വഴിയും ജലപാത വഴിയും മാർക്കറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദ പിറ്റ്സ്ബർഗ് ഏരിയ ഹാസ് മെനി ഫാക്ടറീസ് other than steel mills. These use steel as their raw materials to make many different products such as railroad equipment, heavy machinery and rails. പിറ്റ്സ്ബർഗിൽ മറ്റു പല ഫാക്ടറികളും നിലകൊള്ളുന്നുണ്ട്, സ്റ്റീൽ മില്ല് പോലെ തന്നെ. അതായത് അവകൾ സ്റ്റീൽ മെറ്റീരിയലാണ് അവരുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവർ വ്യത്യസ്തമായ മറ്റു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞാൽ റെയിൽ റോഡ് എക്വിപ്മെൻറ്റ്, റെയിൽ പാതയുടെ ഉപകരണങ്ങൾ, മറ്റു വലിയ മെഷീനുകളും അതുപോലെ റെയിലുകളുമൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വസ്ത്ര വ്യവസായ മേഖല. വേവിംഗ് ക്ലോത്ത് ഫ്രം യാൺ ഈസ് ആൻ ഏൻഷ്യൻറ്റ് ആർട്ട്. നൂലിൽ നിന്ന് വസ്ത്രം നെയ്തെടുക്കുന്നത് ഒരു പുരാണിക കലയാണ്. കോട്ടൺ, വൂൾ, സിൽക്ക്, ജൂട്ട്, ഫ്ലാക്സ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. വസ്ത്രം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് കോട്ടൺ, കമ്പിളി, പട്ട്, ജൂട്ട് അതുപോലത്തവ. ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ക്യാൻ ബി ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദം. വസ്ത്ര വ്യവസായ മേഖല അതുപയോഗിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിക്കാൻ കഴിയും. ഫൈബേഴ്സ് ആർ ദി റോ മെറ്റീരിയൽസ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഫൈബറാണ് വസ്ത്ര വ്യവസായത്തിൻ്റെ റോ മെറ്റീരിയൽ. ഫൈബേഴ്സ് ക്യാൻ ബി നാച്ചുറൽ ഓർ മാൻ മെയ്ഡ്. ഫൈബർ പ്രകൃതിപരമായിട്ടും മനുഷ്യനിർമ്മിതമായിട്ടും ഉണ്ടാവും. നാച്ചുറൽ ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം വൂഡ്, സിൽക്ക്, കോട്ടൺ, ലിനൻ ആൻഡ് ജൂട്ട്. പ്രകൃതിപരമായിട്ടുള്ള ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നത് കമ്പിളി, പട്ട്, കോട്ടൺ, പരുത്തി, ലിനൻ, ജൂട്ട് പോലത്തവയിൽ നിന്നാണ്. മാൻ മെയ്ഡ് ഫൈബേഴ്സ് ഇൻക്ലൂഡ് നൈലൺ, പോളിസ്റ്റർ, അക്രിലിക് ആൻഡ് റയോൺ. മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാക്കപ്പെടുന്ന ഫൈബർ നൈലൺ, പോളിസ്റ്റർ, അക്രിലിക്, റയോൺ എന്നിവയാണ്. ദ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദി വേൾഡ്. ലോകത്തെ ഏറ്റവും പഴയ വ്യവസായ മേഖല എന്ന് പറയുന്നത് കോട്ടൺ വസ്ത്ര വ്യവസായ മേഖലയാണ്. ടിൽ ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദി 18th century, കോട്ടൺ ക്ലോത്ത്സ് വാസ് മെയ്ഡ് യൂസിങ് ഹാൻഡ് സ്പിന്നിങ് ടെക്നിക്സ്, വീൽസ് ആൻഡ് ലൂംസ്. 18ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവം വരെ കൈത്തറി ഉൽപ്പന്നങ്ങളിൽ നിന്നും ടെക്നിക്കുകളിൽ നിന്നുമാണ് പരുത്തി വസ്ത്ര വ്യവസായം ഉണ്ടായിരുന്നത്. In 18th century, power looms facilitated the development of cotton textile industry, first in Britain and later in the other parts of the world. Today, India, China, Japan and the USA are important producers of cotton textiles. 18ാം നൂറ്റാണ്ടിൽ പവർ കൈത്തറികൾ, അതായത് മെഷീനായിട്ടുള്ള കൈത്തറികൾ വന്നതോടുകൂടി കോട്ടൺ ടെക്സ്റ്റൈൽ മേഖലയിൽ പുരോഗതി ഉണ്ടാവുകയും
ആദ്യമായിട്ട് ബ്രിട്ടനിലും പിന്നീട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ, ചൈന, ജപ്പാൻ, അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലാണ് കോട്ടൺ ടെക്സ്റ്റൈലിലെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ട്രഡീഷൻ ഓഫ് പ്രൊഡ്യൂസിങ് എക്സലൻറ്റ് ക്വാളിറ്റി കോട്ടൺ ടെക്സ്റ്റൈൽസ്. വളരെ എക്സലൻ്റായ ക്വാളിറ്റിയുള്ള വസ്ത്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് വളരെ അഭിമാനകരമായ ഒരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു. ബിഫോർ ദി ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പായിട്ട് തന്നെ ഇന്ത്യ ഹാൻഡ് സ്പൺ ആൻഡ് ഹാൻഡ് വോവൺ ക്ലോത്ത് ഓൾറെഡി ഹാഡ് എ വൈഡ് മാർക്കറ്റ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾക്കും അതുപോലെ മറ്റു വസ്ത്രങ്ങൾക്കും ലോകത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. ദ മസ്ലിൻ ഓഫ് ധാക്ക, ചിൻഡസസ് ഓഫ് മസിലിപ്പട്ടണം, കലിക്കോസ് ഓഫ് കാലിക്കറ്റ് ആൻഡ് ഗോൾഡ് റോഡ് കോട്ടൺ ഓഫ് ബുർഹാംപൂർ, സൂററ്റ് ആൻഡ് വഡോദര were known worldwide for their quality and design. ധാക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മസ്ലിൻസും അതുപോലെ മസിലിപ്പട്ടണത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിൻസസും കാലിക്കറ്റിൽ ഉണ്ടാക്കപ്പെടുന്ന കലിക്കോസും പിന്നെ ബർഹാൻപൂർ, സൂറത്ത്, വഡോദര എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന സ്വർണ്ണ നൂലുകളുള്ള വസ്ത്രങ്ങളൊക്കെ ലോകത്ത് വളരെ അറിയപ്പെട്ട രീതിയിൽ തന്നെ മാർക്കറ്റ് ലഭിച്ച വസ്തുക്കളായിരുന്നു. ബട്ട് ദി പ്രൊഡക്ഷൻ ഓഫ് ഹാൻഡ് വോവൺ കോട്ടൺ ടെക്സ്റ്റൈൽ വാസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. എന്നാൽ കൈത്തറി ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്ര ഉൽപ്പാദനം വളരെ ചിലവുള്ളതും അതുപോലെ സമയം ആവശ്യമുള്ളതുമായിരുന്നു. ഹെൻസ് ട്രഡീഷണൽ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കുഡ് നോട്ട് ഫേസ് ദി കോമ്പറ്റീഷൻ ഫ്രം ദി ന്യൂ ടെക്സ്റ്റൈൽ മിൽസ് ഓഫ് ദി വെസ്റ്റ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ചീപ്പ് ആൻഡ് ഗുഡ് ക്വാളിറ്റി ഫാബ്രിക്സ് ത്രൂ മെക്കാനൈസ്ഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. എന്നിരുന്നാലും മെഷീൻ വ്യവസായ യൂണിറ്റുകളിൽ വഴി വളരെ ചുരുങ്ങിയ പണത്തിന് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെസ്റ്റിൻ്റെ ടെക്സ്റ്റൈൽ മില്ലുകളിൽ നിന്നുള്ള മത്സരങ്ങൾ ഒരിക്കലും തന്നെ പരമ്പരാഗതമായിട്ട് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയെ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ദ ഫസ്റ്റ് സക്സസ്ഫുൾ മെക്കാനൈസ്ഡ് ടെക്സ്റ്റൈൽ മിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മുംബൈ ഇൻ 1854. 1854 മുംബൈയിലാണ് ആദ്യത്തെ മെഷീൻ വഴിയുള്ള വസ്ത്ര മില്ല് സ്ഥാപിക്കുന്നത്. The warm, moist climate, a port for importing machinery, availability of raw material and skilled labor resulted in rapid expansion of the industry in the region. നല്ല കാലാവസ്ഥയും അതുപോലെ മെഷീനുകളുടെ ഇറക്കുമതിയും അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും കഴിവുള്ള ജോലിക്കാരൊക്കെ പെട്ടെന്ന് ഈ ഒരു വ്യവസായ മേഖലയ്ക്കുള്ള വളർച്ച ആക്കം കൂട്ടി. Initially, this industry flourished in the states of Maharashtra and Gujarat because of favorable humid climate. പ്രാഥമികമായിട്ടും ഒരു വ്യവസായത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലെയും അവിടെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും മറ്റുമൊക്കെ ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. But today, humidity can be created artificially and raw cotton is pure and not weight-losing raw material, so the industry has spread to other parts of India. പക്ഷേ ഇന്ന് ഹ്യൂമിഡിറ്റി ഒരു കാലാവസ്ഥ മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടും അതുപോലെ ഇതിൻ്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള കോട്ടൺ വളരെ പ്യുവറായിട്ടുള്ളതും ഭാരം കുറഞ്ഞതുമായതുകൊണ്ട് തന്നെ ഒരു വ്യവസായം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി. കോയമ്പത്തൂർ, കാൺപൂർ, ചെന്നൈ, അഹമ്മദാബാദ്, മുംബൈ, കൊൽക്കത്ത, ലൂധിയാന, പുതുച്ചേരി ആൻഡ് പാനിപ്പത്ത് ആർ സം ഓഫ് ദി അതർ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ്. ഇത്തരം സ്ഥലങ്ങളാണ് വസ്ത്രവ്യാപാരത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. എല്ലാവർക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.